കൈവച്ചട്ടലിയാര് തങ്ങൾ പറയുന്നു ഖബറേ എന്റെ ഫാത്തിമയോട് സലാം അടക്കാ പറ ഖബറേ, എന്റെ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറ ഖബറേ, എന്റെ ഭാര്യയോട് പറ എന്റെ സലാം അടക്കാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഒരു ഭർത്താവ് ചോദിക്കുന്നു എന്റെ ഭാര്യയുടെ വീട് എങ്ങനെയുണ്ട്, എന്റെ ഭാര്യയുടെ വിശേഷം എങ്ങനെയുണ്ട്, എന്റെ ഭാര്യയുടെ മണിയറയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന അലിയാർ തങ്ങളോട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ ഇവിടെയല്ല മണിയറ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ. മണിയറ എവിടെയെന്നറിയുവോ? എവിടെയാണ് മണിയറയാക്കേണ്ടതെന്നറിയുവോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കടന്നു വന്ന ഭർത്താവിനോട് അലിയാർ തങ്ങളോട് മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, ആറടി മണ്ണാണ് മണിയറയാക്കേണ്ടത് എന്ന് ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത പ്രിയപ്പെട്ട ഭാര്യ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഖബറേ എന്റെ ഭാര്യയുടെ വിശേഷമെന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയോട് എന്റെ സലാം അടക്കാനെന്ന് പറയുവോ? ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, ജീവിതമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, കുടുംബജീവിതമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? സമാധാനമുള്ള ഒരു ജീവിതം വേണോ? ആ ജീവിതം കിട്ടാനാണ് വിവാഹം കഴിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സമാധാനം കിട്ടും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പലരും വിവാഹം കഴിച്ചവരാ, പക്ഷെ നമുക്ക് സന്തോഷമുണ്ടോ? നമുക്ക് സമാധാനം ഉണ്ടോ? കണ്ണീര് കുടിച്ചോണ്ടിരിക്കാം. എടാ വൈകുന്നേരം 10 മണിയായി 10:30 വീട്ടിൽ പോകുന്നില്ല. കാരണം എന്തേ? ഭാര്യയെ കാണാൻ വയ്യ. പല ചെറുപ്പക്കാർക്കും വീട്ടിൽ പോകാൻ മടിയ. കാരണം എന്തേ? ഭാര്യ അല്ലാഹുവേ ഉള്ള സമാധാനം പോയി. ഇനി ആരെങ്കിലും വീട്ടിൽ പോയാ എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, പടച്ചവനെ ഒന്ന് പുറത്തു പോകാൻ, എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്താൽ രക്ഷപ്പെടാൻ മതി. ഇതാ നമ്മുടെ ചിന്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അധപ്പതിച്ചു പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാം പറയുന്നുണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ കഴിയുന്നത്. ഖുർആൻ പറയുന്നുണ്ട് അങ്ങനെ ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്കും. ഇത് സ്വാതന്ത്ര്യ ദിനത്തിന് കൊടിവെക്കണ പോലുണ്ട്. സ്റ്റേജിലിരുന്നവരെ ഞാൻ നോക്കിയില്ല, പൊക്കിയോ ഇല്ല. പലരും കൈവെക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഉസ്താദ് ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഇനി സ്വർഗത്തിലും ഉണ്ടോ? എനിക്ക് പോണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം പോലെ ആനന്ദമുള്ള ഒന്ന് ഈ ദുനിയാവിലില്ല. പഠിക്കണം. കുടുംബജീവിതം പോലെ സന്തോഷവും സമാധാനവുമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദം നബിക്ക് സന്തോഷം കിട്ടിയില്ല. സന്തോഷം കിട്ടിയത് എപ്പോഴാ? ഒരു പെണ്ണ് കിട്ടിയപ്പോഴാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് സന്തോഷം കിട്ടാത്തതിന്റെ കാരണം, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാത്തതിന്റെ കാരണം, നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മിലടിയാ. ഉസ്താദേ, ഭർത്താവ് ഭാര്യയോട് പറയും, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഭാര്യക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. അങ്ങനെ ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഭാര്യക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. എന്നാ മനുഷ്യന്മാരെ നിന്റെ ഭാര്യയുടെ പൊരുത്തം നിനക്കും വേണം കേട്ടോ. അവക്ക് മാത്രല്ല, നിന്റെ ഭാര്യയുടെ പൊരുത്തം നിനക്കും വേണം.
എപ്പോഴും എല്ലാ ഉസ്താദന്മാരും എവിടെ നോക്കിയാലും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകളെ കുറിച്ച എവിടെയും വഴുത് അല്ലേ? ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് കടമകളുണ്ട്. എന്നാ ഖുർആൻ സൂറത്തുൻ നിസാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിനക്ക് നിന്റെ ഭാര്യയോടും കടമയുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോടുള്ള കടമയാക്കാൽ കൂടുതൽ കടമ നിങ്ങൾക്ക് തിരിച്ചുണ്ടെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി, മഹാനായി നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇന്നത്തെ വയല് ഭർത്താക്കന്മാരാ, ഭാര്യമാരെ ഞാൻ ഒന്നും പറയൂല, ഭാര്യമാരെ ഞാൻ ഒന്നും പറയൂല. ഇന്നത്തെ വയല് ഭർത്താക്കന്മാരായ നമുക്കുള്ളതാ. എന്നും അവരെ അല്ലേ കുറ്റം പറയണേ. ഇന്നൊന്ന് തിരിച്ച് നമുക്ക് നന്നാകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ വയല് കഴിയുമ്പോ തീരുമാനമാകും ഏകദേശം. ഈ വയല് കഴിയുന്നതോടുകൂടി സത്യം പറഞ്ഞ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് ഈ വയല് പറയാൻ തന്നെ പാടില്ല. കാരണം ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് 12 കടമയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 12 കടമയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നീ പാലിച്ച നിന്റെ പെണ്ണുമ്പുള്ള നീ അങ്ങോട്ട് ബഹുമാനിക്കാൻ പറയണ്ട, അവള് നിന്നെ ബഹുമാനിക്കും, നിന്റെ ഉമ്മാനെ സ്നേഹിക്കും, നിന്റെ വാപ്പാനെ സ്നേഹിക്കും, നിനക്ക് വെച്ച് വിളമ്പി തരും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവള് പരാതി പറയൂല. സന്തോഷത്തോടെ നിന്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഭർത്താവിന് തന്റെ ഭാര്യയോട് എത്ര കടമയുണ്ട്? എത്ര കടമയുണ്ട്? നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടൂല, കാരണം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു സ്ഥലത്ത് വഴുതിന് പോയാ അവിടുത്തെ പ്രായമുള്ളവർ പറയും, ഉസ്താദ് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും ശരിയല്ല. വഴുത് പറയുമ്പോ ഒന്ന് പറയണം കേട്ടോ. ചെറുപ്പക്കാര് വന്നിട്ട് പറയും, ഉസ്താദ് കിളവന്മാരൊന്നും ശരിയല്ല, പള്ളിയുടെ മുന്നിൽ ഇരുന്ന് ഇറച്ചി തീറ്റിയ, ഒന്ന് പള്ളിക്കുഴി പോകാൻ സമയമായി എന്നിട്ട് നന്നായിട്ടില്ല, ഒന്ന് പറഞ്ഞേക്കണം. നാട്ടിലെ പ്രായമുള്ളവർ പറയും, ഉസ്താദ് ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും ശരിയല്ല ട്ടാ, ഒന്ന് പറയും, പ്രസംഗത്തിൽ ഒന്ന് സൂചിപ്പിച്ചേക്കണം. പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പറയും, ഇവിടുത്തെ ആണുങ്ങളൊന്നും ശരിയല്ല, ഒന്ന് വഴുത് പറയാം. എന്നാൽ ഞങ്ങളെ നന്നാകാൻ വേണ്ടി വഴുത് പറയുന്ന ഒരാളും പറയാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വഴുത് ആദ്യം നന്നാകേണ്ടത് നമ്മളാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ കുടുംബജീവിതം പോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. ചില കാര്യങ്ങൾ പഠിച്ചാൽ മതി. വിവാഹം കഴിച്ചിട്ട് 50, 60, 40 വർഷമായി, വർഷത്തിലൊന്നും കാര്യമൊന്നുമില്ല, വർഷങ്ങളിലൊന്നും കാര്യമില്ല. പെണ്ണിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതം ഏതൊരാണിന്റെയും ആഗ്രഹമാണ്, പെണ്ണ് കെട്ടുന്ന ഏതൊരാണിന്റെയും ആഗ്രഹമാണ് തന്റെ ഭാര്യ വരച്ച വരെ നിർത്തണം. ആഗ്രഹല്ലേ? ഏതൊരാണിന്റെയും ആഗ്രഹമാണ് എന്ത്? പെണ്ണിനെ വരച്ച വരെ നിർത്തണം. ഖിയാമത്ത് നാള് വരെ നിന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ വരച്ചിട്ട് കയറി നിൽക്കും, നിന്റെ പെണ്ണുമ്പുള്ള ഒരു കാലത്തും കയറി നിൽക്കത്തില്ല. നീ വെറുതെ കിടന്ന് കഷ്ടപ്പെടണ്ട. കാരണം എന്ത്? അള്ളാഹു അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാണ്. വളഞ്ഞ എല്ലിൽ നിന്നാണ് അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപാട് വളച്ചാലും ഓടിയും, ഒരുപാട് നൂത്താലും ഓടിയും. അപ്പൊ വളയ്ക്കേം വേണ്ട, നൂക്കേം വേണ്ട, മധ്യമായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾക്ക് ചില പാരമ്പര്യമായിട്ടുള്ള ചില സ്വഭാവമുണ്ട്. ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. അധികം പെണ്ണുങ്ങൾക്കും ഭർത്താവിന്റെ വാപ്പ ഉമ്മ കൂടപ്പുറപ്പ് ഇഷ്ടമല്ല. സത്യല്ലേ? അധികം പെണ്ണുങ്ങൾക്കും അവളുടെ കുടുംബം എന്ന് പറഞ്ഞ 1000 നാളാണ്. എന്നാൽ ഭർത്താവിന്റെ കുടുംബക്കാരോട് ഞാൻ 100 പറയത്തില്ല, 99% പെണ്ണുങ്ങൾക്കും താല്പര്യമില്ല. 1% നേരില്ല. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വരിക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ വരുന്നേ. പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭാര്യ വീടിന്റെ കവാടത്തിൽ വെച്ച് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരോടാ നബി? മഴവെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു. അവസാനം ഗവൺമെന്റ് പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ എന്തെങ്കിലും കിട്ടും. അങ്ങനെ പേപ്പറും പറക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടക്കാം. അവസാനം പറഞ്ഞു ഇന്ന് കിട്ടും. അങ്ങനെ രാവിലെ മുതൽ അവിടെ പോയി നിന്നു. 12 മണിയായി, 1 മണിയായി, 2 മണിയായി. അവസാനം അവന്റെ മുന്നിൽ പോയപ്പോ അവൻ പറയുന്നു, നീ പോയി ആധാറിന്റെ കോപ്പി എടുത്തോണ്ട് വരാൻ. പടച്ചവൻ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും സർവ്വതും വിളിച്ചിട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോ നമ്മുടെ പെണ്ണുമ്പുള്ള വീടിന്റെ കവാടത്തിൽ വെച്ചിട്ട് ഇക്കാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒറ്റയടിക്ക് താഴെ കിടക്കും അവള്.
അല്ലെങ്കിൽ പറയും നിന്റെ വാപ്പാരെയാണ്, നമുക്ക് ദേഷ്യം വരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ടാ മടങ്ങി വരുന്ന നബിയെ 11 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സന്തോഷമായി വീടിന്റെ അകത്ത് കയറി. വീടിന്റെ അകത്ത് കയറിയ പ്രവാചകനെ രണ്ടാമതും പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമാരെയാ? ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമാരെയാ? അള്ളാന്റെ റസൂല് പറഞ്ഞു നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖിനെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ പെണ്ണ്. നീ അവളുടെ വാപ്പാനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്ക്. അള്ളാണ് നിന്റെ ഉപ്പ യന്ത്രം നല്ല മനുഷ്യനാ. അബ്ബാ എന്റെ ഉമ്മ ഒന്ന് പറഞ്ഞു നോക്ക്. പെണ്ണുമ്പിള്ള തലയിൽ കയറിയിരിക്കും. അത് ഞാൻ പറഞ്ഞു, പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോകാൻ സന്തോഷത്തോടു കൂടി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്താ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ ഭാര്യ ആരാണെന്ന് പഠിക്കണം. വെറുതെ കടന്നാ പോരാ. നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ തുടക്കകാലത്തിൽ പ്രബോധനമായിട്ട് പടച്ചവനെ അതാ മക്കയിലൂടെ നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പ്രബോധനം നടത്തി. വല്ലാത്ത പീഡനങ്ങളായിരുന്നു. അള്ളാഹുവേ ദീനിലേക്ക് കടന്നു വരുന്നവരെ പട്ടിക തല്ലുന്നത് പോലെ ഖുറൈശികൾ തല്ലിച്ചതയ്ക്കുകയാ. പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. പടച്ചവനെ പ്രവാചകന്റെ മുന്നിലേക്ക് രക്തമൊലിപ്പിച്ചുകൊണ്ട് സഹാബാക്കളെ കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാ. അതാ തന്റെ പച്ചയിറച്ചി കത്തിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കാണിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അവസാന പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. പടച്ചവനെ അവസാനം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടുകൂടിയാണ് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. കഷ്ടപ്പെട്ടത് മുഴുവനും മക്കയിലിട്ടിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി സഹാബാക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. പടച്ചവൻ ഒരു കരുണ കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ വിശക്കുന്ന വയറോടെ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ വിശക്കുന്നു, കഴിക്കാ വല്ലതും ആയിഷ? എന്താണ് കഴിക്കാറുള്ളത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, 3